ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ കണ്ടില്ലേ, ഇത് നല്ല അടിപൊളി ചാമ്പയ്ക്കയാണ് കേട്ടോ. ചാമ്പയ്ക്കൻ്റെ തന്നെ നമ്മൾ വേറൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ ചാമ്പയ്ക്കൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാമ്പയ്ക്ക മരവും അതിൽ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല റോസ് കളറിലുള്ള ചുവന്ന ചാമ്പയ്ക്കയാണ്. പക്ഷേ ഇവിടെ ഈ കാണുന്നത് ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് റോസും കൂടിയിട്ടുള്ളൊരു ചാമ്പയ്ക്കയാണ്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ. വീട്ടിലുള്ള മരമോ ചെടിയോ ഒന്നുമല്ല. ഇതും നോർമൽ നമ്മുടെ ചാമ്പയ്ക്ക മരം പോലെ തന്നെയാണ്, അതിലുണ്ടാവുന്നതാണ് ഇത്. പക്ഷേ രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ടേസ്റ്റിലൊക്കെ നല്ല വ്യത്യാസം തോന്നി എനിക്ക് കഴിച്ചപ്പോൾ. അപ്പോൾ നമ്മുടെ ഈ റോസ് ചാമ്പയ്ക്കയാണെങ്കിൽ അതിൽ കുറച്ച് പുളിപ്പൊക്കെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഉള്ളിൽ നിറയെ കുരുവൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ ചാമ്പയ്ക്കയിലുണ്ടല്ലോ കുരു ഒന്നുമില്ല കേട്ടോ. ഇത് ബഡ് തൈയാണെന്നാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഉള്ളിൽ കുരു ഒന്നും കണ്ടില്ല. പിന്നെ ഇതിന് ഒരു നല്ല ഫ്ലഷ് കൂടുതലാണ്. നമ്മൾ നോർമൽ ചാമ്പയ്ക്കയിൽ ഇത്രയും ഫ്ലഷ് ഉണ്ടാവില്ല. നമ്മൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, പഞ്ഞി പോലെ ആയിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ. കുറച്ച് ദശയൊക്കെ ഒന്ന് നല്ല ഇത്തിരി കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അച്ചാറൊക്കെ ഇടാനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇത് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ നാടൻ ചാമ്പയ്ക്ക ഉണ്ടല്ലോ, നാടൻ ചാമ്പയ്ക്ക വേറൊരു ടേസ്റ്റാണ്, ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. കഴിച്ച് നോക്കിയവർക്ക് അറിയാൻ പറ്റും. ഇത് ചെറിയൊരു ചവർപ്പൊക്കെ ഉണ്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ചാമ്പയ്ക്കയിലാണെങ്കിൽ നല്ല പോലെ ജലാംശമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഈ ഒരു ചാമ്പയ്ക്ക. അപ്പോൾ എല്ലാവർക്കും ചാമ്പയ്ക്കൊക്കെ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീട്ടിൽ ചെറിയ സ്പേസിൽ തന്നെ നമുക്ക് നല്ലൊരു മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് വളർത്താവുന്നതാണ് കേട്ടോ. ഒരു കുഞ്ഞു മരത്തിൽ തന്നെ നമുക്ക് എത്ര ചാമ്പയ്ക്ക കിട്ടുന്നുള്ളത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു ചാമ്പയ്ക്ക കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും സൂപ്പറാണ്. പക്ഷെ ഇത് അപ്പോൾ നമ്മൾ പല കളറിലൊക്കെ ചാമ്പയ്ക്ക കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ചാമ്പയ്ക്കും ഓരോ ടേസ്റ്റാണ്. എല്ലാം ഒരേപോലെയല്ല. ആ കളറിനനുസരിച്ചും അതുപോലെ തന്നെ ആ ഒരു വെറൈറ്റിക്ക് അനുസരിച്ചും അതിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഗുണവും എല്ലാം വ്യത്യാസമായിരിക്കും. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.